ഒരു കാലാൾ എടുക്കുന്നതിന് എത്രത്തോളം വില കൊടുക്കേണ്ടി വരും? നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം കണ്ടാലോ. ഇവിടെ ഈ ഗെയിം കളിച്ചിരിക്കുന്നത് കേറ്റ് ജി ഫോസ്റ്ററും ജോസ് എം എൽ കലാവിയ എന്നുള്ള പ്ലെയറും തമ്മിലാണ്. 2013 ഈ വളരെ മനോഹരമായ ഗെയിം നടന്നിരിക്കുന്നത്. ഇവിടെ ഫോസ്റ്റർ വൈറ്റ് കളിക്കുന്നു. ഫോസ്റ്റർ കളിക്കുന്നത് നൈറ്റ് C3. ഇതിനെ നമ്മൾ വാൻ ജീറ്റ് ഓപ്പണിംഗ് എന്നാണ് വിളിക്കുന്നത്. പോൺ D5 E4. അപ്പോൾ D5 പോണിനെ ചലഞ്ച് ചെയ്യുകയാണ്. നൈറ്റ് F6 കളിക്കുന്നു. E5 നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് E4 വരുന്നു. നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. പോൺ ടേക്സ് D4. അപ്പോൾ ഇവിടെ ബ്ലാക്ക് N% കളിക്കുന്നു. ബിഷപ്പ് ടേക്സ് D3. നൈറ്റ് C6 ഈ ഒരു പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. നൈറ്റ് F3 അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ബിഷപ്പ് G4 ഈ നൈറ്റിനെ പിൻ ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് ത്രെട്ടൻ ചെയ്യുന്നത് അടുത്ത മൂല പോണിനെ എടുക്കാനാണ്. ഈ ബിഷപ്പിനെ ഓടിക്കാൻ വേണ്ടി പോൺ ടു H3 കളിക്കുന്നു. ബിഷപ്പ് ടേക്സ് F3. ക്യൂൺ ടേക്സ് F3. ഇവിടെ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു മൂവാണ് നൈറ്റ് ടേക്സ് E5 കളിച്ചിട്ട് ഈ ഒരു ക്യൂണിനെ അറ്റാക്ക് ചെയ്യുക. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ഒരു ബ്രില്യൻ മൂവ് ഉണ്ട്. ക്യൂൺ ടേക്സ് B7 കളിച്ച് ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ആലോചിക്കും നൈറ്റ് ടേക്സ് D3 കളിക്കാമല്ലോ എന്ന്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം C ടേക്സ് D3ക്ക് ശേഷം ക്യൂൺ വെച്ച് വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? ഈ റൂക്ക് ഹാങ്ങിങ് ആണ്. ഇവിടെ ഈസിലി ജയിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ടേക്സ് D3ക്ക് ശേഷം ബ്ലാക്ക് വേറെ എന്തെങ്കിലും മൂവ് കളിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് E6 കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ക്യൂൺ C6 ചെക്ക്. അപ്പോൾ ഇവിടെ കിങ്ങിനെ താഴേക്ക് ഇറക്കേണ്ടിയിരിക്കുക. കാരണം ക്യൂൺ വെച്ച് മറിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റൂക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മൂവ് കളിക്കുന്നത്. അപ്പോൾ നൈറ്റ് ടേക്സ് E5 നേരെ പോകാത്തത് അതുകൊണ്ടാണ്. അതിനു പകരം ക്യൂൺ D4 ആണ് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത്. വൈറ്റ് ജസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു. ഇവിടെ ക്യൂൺ ടേക്സ് E5. അപ്പോൾ ഈ മൂവിടെ ഇവിടെ എന്തുകൊണ്ടാണ് നൈറ്റ് വെച്ച് എടുക്കാത്ത? സെയിം പ്രശ്നം തന്നെ. ഇവിടെ ജസ്റ്റ് ഈ ഒരു ഇതിനെ നഷ്ടപ്പെടുകയും ചെയ്യും. റൂക്ക് ഭയങ്കര ഓക്വേർഡ് സിറ്റുവേഷനിലായിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ക്യൂൺ ടേക്സ് E5 കളിക്കണം. ബിഷപ്പ് A6 ഇതാണ് നമ്മുടെ ഗെയിമിങ്ങിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അപ്പോൾ ക്യൂൺ വെച്ച് നമ്മൾ പറഞ്ഞ ഒരു എക്സ്പെൻസീവ് വളരെ വിലയുള്ള ആ ഒരു കാലാൾ എടുത്തതുകൊണ്ട് ക്യൂൺ ടേക്സ് എടുത്തതിന് ശേഷം കളിക്കുന്ന ബ്രില്യൻ മൂവാണ് ബിഷപ്പ് ടു A6. അപ്പോൾ ഈ മൂവിൻ്റെ ഐഡിയ വളരെ സിമ്പിളാണ്. പോൺ വെച്ച് ഈ ഒരു ബിഷപ്പിനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെക്ക് വരും, ഈ റൂക്കും പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഷപ്പ് ടു A6 വളരെ ട്രിക്കി ആയിട്ടുള്ള മൂവാണ്. ബ്ലാക്ക് എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ബ്ലാക്ക് കളിക്കുന്നത് പോൺ ടു E6 ആണ്. നോർമലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഇവിടെ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു മൂവാണ് വൈറ്റിനെ സംബന്ധിച്ച്. ഓക്കെ, ബിഷപ്പ് ടു A6 ഒരു ബ്രില്യൻ മൂവാണ്. പക്ഷെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ഇവിടെ വൈറ്റ് തോൽവി നേരിടേണ്ടി വരും. കാരണം എന്താണ്? ബിഷപ്പ് ടേക്സ് B7 ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ നൈറ്റ് വന്നിട്ട് ഈ ക്യൂണിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ റൂക്കിനെ എടുക്കാൻ തീരെ സമയവും കിട്ടില്ല. മാത്രമല്ല ക്യൂൺ C6 നടക്കില്ല, നൈറ്റ് ആ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാടി കയറി ആർത്തി പിടിച്ച് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കാൻ പറ്റില്ല. അതിനു പകരം ബിഷപ്പ് ടു F4 കളിച്ച് ക്യൂണിനെ ആദ്യം ഓടിക്കണം. ക്യൂൻ അങ്ങ് മാറുന്നു. ഇവിടെ ബിഷപ്പ് ടേക്സ് B7. അപ്പോൾ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാണ്, റൂക്കിനെ അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ വന്ന് ക്യൂണിനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം ക്യൂൻ E4 കളിക്കണം. റൂക്കിനെ D8 കൊണ്ടു കഴിയുമ്പോൾ C3 ഈ ഒരു നൈറ്റിനോട് ഓടിപ്പോകാനുള്ള രീതിയിലേക്ക് കളിക്കുന്നു. നൈറ്റ് B5. ഇവിടെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ക്യൂൻ C6 ചെക്ക്. ഇവിടെ റൂക്ക് വെച്ച് മറക്കാൻ അല്ലെങ്കിൽ കിങ് താഴോട്ട് പോകാം. കിങ് E7 ആണ് ഗെയിമിൽ കളിക്കണേ. പക്ഷേ ഇനി എങ്ങനെ റൂക്ക് വെച്ചാണ് പോകണമെങ്കിലും ആ ഒരു വേരിയേഷനോടെ കാണണമല്ലോ. ഈ ഒരു മൂവ്, ഒരു ചെറിയ മൂവിൽ തന്നെ എന്തൊക്കെ മിസ്റ്റേക്ക് സംഭവിക്കാം. ഇവിടെ ജസ്റ്റ് ബിഷപ്പ് ടു C8 കളിച്ച് കഴിഞ്ഞാൽ ഈ റൂക്ക് ട്രാപ്ഡ് ആണ്. അധികം വൈകാതെ തന്നെ വൈറ്റിനൊരു ചെക്ക് മേറ്റ് കിട്ടുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ചെക്കിന് റൂക്ക് വെച്ച് മറക്കുന്നതിന് പകരം കിങ് ടു E7 ആണ് കളിക്കുന്നത്. ഇവിടെ ക്യൂൺ C5 ചെക്ക്, കിങ് D7, റൂക്കിനെ എങ്ങോട്ടും കളികളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ക്യൂനും റൂക്കും ബിഷപ്പുകൾ രണ്ടും ആക്റ്റീവ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ബെസ്റ്റ് മൂവ് ബിഷപ്പ് D6 ആണ്. പക്ഷെ ഇത് ഇമ്മീഡിയറ്റ്ലി ലൂസിങ് ആണ്. എന്താണ് കാരണം? പോൺ ടു A4. ഇപ്പോൾ ഈ നൈറ്റിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. ഈ നൈറ്റ് മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ക്യൂവിനെയും കൂടെ വൈറ്റിന് കിട്ടും. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് റിസൈൻ ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്താണ്? ഇവിടെ എന്തൊക്കെ കളിച്ചാലും ഇവിടെ കിങ് വെച്ച് ഓടിപ്പോയി കഴിഞ്ഞാൽ, കിങ് E8 കളിച്ചു കഴിഞ്ഞാൽ വളരെ ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഈ നൈറ്റിനെ അങ്ങ് എടുത്തിട്ട് ഇവിടെ എന്തായാലും വൈറ്റ് ജയിക്കും. ഇനി അതൊന്നും അല്ലാത്ത മൂവ് എന്ന് പറഞ്ഞാൽ ക്യൂൻ G5 ആണ്. ഇവിടെ എന്ത് തന്നെ കളിച്ചാലും ക്യൂൻ G5ന് ശേഷം എന്ത് മൂവ് കളിച്ചാലും പ്രശ്നമാണ്. ഒരു താരത്തിന് ബിഷപ്പ് E7 ഒക്കെ കളിച്ചു കഴിഞ്ഞാൽ ആദ്യം ബിഷപ്പ് C6 ചെക്ക് വയ്ക്കും. ഇവിടെയും റൂക്ക് വെച്ചൊക്കെ മറിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ റൂക്ക് പോകും.
അതിനു പകരം കിങ് F8 ആണ് കളിക്കണമെങ്കിലോ റൂക്ക് ടേക്സ് D8, ബിഷപ്പ് ടേക്സ് D8, ക്യൂൺ ടേക്സ് D8 ചെക്ക്മേറ്റ്. അപ്പോൾ ഈ ഗെയിമിൽ നടന്ന എല്ലാ സംഭവങ്ങളും നടക്കാൻ കാരണം ആ ഒരു E5-ലുള്ള വളരെ വിലപ്പെട്ട ഒരു പോൺ എടുത്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസായിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.